ഇപ്പോൾ UDF-ന് 95 സീറ്റ് കിട്ടും എന്തായാലും ഉറപ്പാണ്. അതിനെ കുറിച്ച് ചേട്ടൻ എന്താ അഭിപ്രായം? 95 സീറ്റ് നമ്മള് കേരളത്തില് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് UDF-ന് 95 സീറ്റ് കിട്ടുന്നല്ലേ പറയണേ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഓരോ ജില്ല, ഇപ്പൊ നമ്മള് 14 ജില്ലയുണ്ടല്ലോ, ആ ജില്ലയുടെ അടിസ്ഥാനം വെച്ചിട്ട് ഈ 95 സീറ്റ് എങ്ങനെ കിട്ടുക എന്നുള്ളതൊന്നും വല്ല കണക്കുണ്ടോ നമുക്ക്? 95 സീറ്റ് കിട്ടുന്ന അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമെന്ന്. ഓരോ ജില്ലയില് ഇത്ര സീറ്റിന് സാധ്യത ഉണ്ടെന്നുള്ള പോലും പറയാൻ പറ്റുമോ? മൊത്തത്തില് ഭരണത്തിന്റെ വികാരം വെച്ച് നോക്കുമ്പോഴേ ഒരു 95 സീറ്റ് കിട്ടുന്ന മൊത്തം. ഓക്കെ, അത് പക്ഷെ ഞാനൊരു ഈ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ഞാൻ 100% അംഗീകരിച്ചു. അടുത്ത ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉള്ളതുകൊണ്ട് 95 സീറ്റ് UDF-ന് കിട്ടുന്നു നിങ്ങൾ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ ഒരു ഇത് ചോദിക്കുക, ഈ 95 പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു കേട്ടാ. നിങ്ങൾ ഈ 95 പറഞ്ഞതിന്റെ ബേസിൽ പറയാം. ഇപ്പൊ കണ്ണൂർ ജില്ല അവിടെ 11 സീറ്റ് ഉള്ളതെന്ന്. കണ്ണൂർ 11 സീറ്റ്. 11 സീറ്റില് UDF-ന് പരമാവധി കിട്ടാൻ പോകുന്നത് 4 സീറ്റാണ്. അവിടെ നോട്ട് ചെയ്ത് വെച്ചോട്ടാ, 4 സീറ്റ് കണ്ണൂര്. അതിപ്പോ കിട്ടുകയാണെങ്കിൽ ഇരിക്കൂർ, അഴിക്കോട്, കണ്ണൂര്, പേരാവൂര്, ഈ 4 സീറ്റാണ് UDF-ന് സാധ്യതയുള്ള മണ്ഡലം. 4 എഴുതി വെക്കിട്ടാ. പിന്നെ അവിടെ എന്താ കാണുന്ന അറിയാം, 42% LDF-ന് വോട്ടും UDF-ന് 39% വോട്ടുള്ളത്. അപ്പോ ഒരു 4 സീറ്റിനാണ് സാധ്യതയുള്ളത്. ഇനി നമ്മള് ഒരു പാലക്കാട് ജില്ല എടുത്തോ, 12 സീറ്റ് ഉള്ളതെന്ന്. അവിടെ ഞാൻ പറയാം, നീ ഇത് മനസ്സിൽ ഇത് ചെയ്താൽ മതി. പാലക്കാട് 12 സീറ്റ്. ഈ 12 സീറ്റില് UDF-ന് പരമാവധി കിട്ടാൻ പോണത് 4 സീറ്റാണ്. അപ്പോ കണ്ണൂര് 4 സീറ്റ്, പാലക്കാട്. ഈ പാലക്കാട് എന്ന് വെച്ചാൽ തൃത്താല, പട്ടാമ്പി, മണ്ണാർക്കാട്, പാലക്കാട്, ഈ 4 സീറ്റാണ് കിട്ടാനുള്ളത്. ബാക്കി 8 മണ്ഡലം അവിടെ LDF-നാണ് സാധ്യത. അപ്പൊ കണ്ണൂര് 7 LDF-ന്, പാലക്കാട് 8 LDF-ന്. മനസ്സിലായില്ലേ? ഇനി തൃശ്ശൂര് വന്നു. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 13 മണ്ഡലങ്ങളില് UDF-ന് ഒരു 2 സീറ്റിനാണ് സാധ്യതയുള്ളത്. ഒന്ന് തൃശ്ശൂര്, പിന്നെ ചാലക്കുടി. LDF-ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 11 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് തൃശ്ശൂര്. പിന്നെ ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട, ഒല്ലൂർ, വടക്കാഞ്ചേരിയൊക്കെ മത്സരിക്കാം. നമുക്കതിൽ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തൃശ്ശൂർ മനസ്സിലായി. അപ്പോൾ 13 സീറ്റില് 2 സീറ്റ് ആണ് മാക്സിമം UDF-ന് കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ കണ്ണൂര് കഴിഞ്ഞു, പാലക്കാട് കഴിഞ്ഞു, തൃശ്ശൂർ കഴിഞ്ഞു. ഇനി ആലപ്പുഴ 9 സീറ്റ് ഉള്ളത്. ഈ 9 സീറ്റിൽ ഹരിപ്പാട് ഒഴിച്ച് ഒരു സീറ്റും UDF-ന് ഉറപ്പും പറയാൻ പറ്റില്ല. ബാക്കി 8 സീറ്റും LDF-നാണ് സാധ്യത. അവിടെ ഈ ആലപ്പുഴ, അമ്പലപ്പുഴ, അരൂരൊക്കെ നന്നായിട്ടൊന്ന് മത്സരിക്കാം. ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന കണ്ടീഷനുള്ള അവസ്ഥയില്ലെന്ന്. കാരണം ആലപ്പുഴയും അമ്പലപ്പുഴയും അരൂരൊക്കെ ഒന്ന് മത്സരിക്കാന്ന്. അപ്പൊ ആലപ്പുഴ ജില്ലയിൽ നോക്കുമ്പോൾ LDF-നാണ് 8. പിന്നെ കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളായിരുന്നു. ഈ 11 സീറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ UDF-ന് ഒരു 4 സീറ്റിനാണ് സാധ്യതയുള്ളത്. ഈ 4 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം, ഈ 4 സീറ്റാണ് സാധ്യതയുള്ളത് UDF-ന്. ബാക്കി അവിടെ 7 സീറ്റ് LDF-നാണ് സാധ്യത. ഇനി നമ്മൾ തിരുവനന്തപുരം ജില്ല 14 സീറ്റാണ് തിരുവനന്തപുരം ജില്ല. അല്ല, അതില് കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം 4 സീറ്റ്. ഈ 4 സീറ്റാണ് UDF-ന് സാധ്യത. ബാക്കി 7 സീറ്റും LDF-ന് അനുകൂലമാണ്. കാരണം കൊല്ലത്ത് വോട്ടിംഗ് പെർസെന്റ് നോക്കുമ്പോൾ 31% LDF, 37% UDF നിൽക്കണേ. അല്ല ആലപ്പുഴ ആണെങ്കിൽ LDF-ന് 39%, UDF-ന് 37% വോട്ടിന്റെ പെർസെൻറ്റേജ് വരിക. തൃശ്ശൂര് LDF-ന് 37%, UDF-ന് 35%. പാലക്കാട് LDF-ന് 38%, UDF-ന് 32%. അപ്പോൾ ഇപ്പോൾ കണ്ണൂര്, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ തിരുവനന്തപുരം, അവിടെ 14 സീറ്റുകളായിരുന്നു. ഈ 14 സീറ്റിൽ UDF-ന് വാമനപുരം, അരുവിക്കര, പാറശാല, കോവളം, നെയ്യാറ്റിൻകരയൊക്കെ കിട്ടുകയാണെങ്കിലും 5 സീറ്റിനാണ് സാധ്യതയുള്ളത്. അപ്പോൾ നേരെ മറിച്ച് LDF-ന് അവിടെ 7 സീറ്റിനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് അവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂര്, ഈ 3 6 ജില്ലയിൽ തന്നെ 70 സീറ്റ്.
ഈ 70 സീറ്റിൽ LDF ഒരു 48 സീറ്റ് വന്നു, UDF 20 സീറ്റ്. ഏത് ഏവറേജ് നമ്മളൊരു ജയിക്കാൻ ചാൻസ് നോക്കുമ്പോൾ LDF ഒരു 48 സീറ്റും UDF 20 സീറ്റാണ് വന്നിട്ടുള്ളത്. ഇനി അപ്പൊ അതൊരു നമ്മളൊരു രണ്ടാമത്തെ ഘട്ടത്തിൽ കിടന്നു കഴിഞ്ഞപ്പോൾ കാസർഗോഡ് ജില്ല, അവിടെ UDF LDF 37% വോട്ടിന്റെ ഒരു റേഞ്ച് ഉള്ളത്. അപ്പൊ ഒരു 3 സീറ്റ് പിടിച്ചോ. കാസർഗോഡ് ജില്ലയിൽ UDF ഒരു 3 സീറ്റ് നമുക്ക് കൂട്ടാം. കാരണം മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ കിട്ടുന്ന നമ്മൾക്ക് കണക്കൂട്ടാം. വയനാട് ജില്ലയിൽ 3 സീറ്റാണ്, ആ 3 UDF തന്നെ കിട്ടാന്ന് നമ്മൾ കണക്കൂട്ടാം. ഇനി കോഴിക്കോട് ജില്ലയിൽ വന്നു. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുള്ളത്. 13 സീറ്റിൽ UDF മാക്സിമം ഒരു 8 സീറ്റിനാണ് സാധ്യത വരിക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, കോഴിക്കോട്, കൊടുവള്ളി, തിരുവമ്പാടി. അപ്പൊ വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, തിരുവമ്പാടി, പിന്നെ ഒരു അല്ല എന്തായാലും ഒരു 8 സീറ്റിന്റെ ഒരു സാധ്യതയാണ് കോഴിക്കോട് ഉള്ളതെന്ന്. ഇനി മലപ്പുറത്താണ് 16 സീറ്റ് ഉള്ളത്. ഈ മലപ്പുറത്ത് 16 സീറ്റിൽ നമ്മൾ പൊന്നാനി, തവനൂര് മാറ്റിയിട്ട് ബാക്കി 14 സീറ്റും കിട്ടി. മനസ്സിലായില്ലേ? ഇനി എറണാകുളത്ത് 14 സീറ്റിൽ 14 UDF തന്നെ പിടിച്ചു. 14 സീറ്റില് 14 പിടിച്ചു എന്ന് കണക്ക് കൂട്ടണം. അത് കഴിഞ്ഞ് കോട്ടയത്ത് 9 സീറ്റ്. 9 സീറ്റില് LDF ഒരു 4 സീറ്റ് പിടിക്കും. ഒരു 5 സീറ്റാണ് UDF കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ളത്. ഇടുക്കിയില് 5 സീറ്റില് UDF ഒരു 3 സീറ്റ് കിട്ടാനാണ് ചാൻസ് ഉള്ളത്. പത്തനംതിട്ടയിൽ 5 സീറ്റിൽ ഒരു 2 സീറ്റാണ് UDF കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അങ്ങനെയൊക്കെ നോക്കി എന്താ പറയാ, നന്നായിട്ട് ഈ ഇത്രയും സാധ്യതകളൊക്കെ വെച്ച് നോക്കി വരുമ്പോഴും നമുക്ക് എങ്ങനെ വരുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 72 സീറ്റിന്റെ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ. ഏത് നമ്മളെ ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴേ ഒരു 72 സീറ്റിന്റെ അവിടേക്ക് വരണേന്നാ. അപ്പൊ അത് കാരണം നമ്മൾ ഈ 95 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95ന്റെ സാധ്യത ഇല്ലാന്ന്. ഇപ്പൊ ഇതിൽ എറണാകുളത്തെ എല്ലാ സീറ്റും നമ്മൾ പറഞ്ഞു, എല്ലാ സീറ്റും UDF പറഞ്ഞു. അതുപോലെ ഈ മലപ്പുറത്ത് 2 സീറ്റാണ് LDF പറഞ്ഞല്ലോ, ബാക്കി 14 സീറ്റും UDF പറഞ്ഞു. പിന്നെ ഏത് ജില്ലയിലാണ് UDF സീറ്റ് വരാനുള്ളതെന്നൊന്ന് പറഞ്ഞാൽ, പത്തനംതിട്ടയിൽ ഇപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 37-30 നിക്കാന്ന്. അതിലിപ്പോ 5 സീറ്റും UDF കിട്ടുന്ന പറയാൻ പറ്റില്ലെന്ന്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇടുക്കി, കോട്ടയത്ത് ഇങ്ങനെ ഓരോ സീറ്റുകൾ കൂടും. അങ്ങനെയൊക്കെ വന്നാലും ഒരു 70 എങ്ങനെയൊക്കെ പോയാലും ഒരു 80ന്റെ താഴേക്ക് നിൽക്കുള്ളൂ. അല്ല ഇത് ഇപ്പൊ ഈ പറഞ്ഞത് ഇതില് എറണാകുളത്ത് ഒരു 4-5 സീറ്റ് LDF പിടിച്ചു കഴിഞ്ഞാലേ ഈ ചിത്രം മാറി. ഇതേപോലെ മലപ്പുറത്ത് നമ്മള് ഈ പറഞ്ഞല്ലോ, ഈ 16 സീറ്റിൽ 2 സീറ്റ് LDF നമ്മൾ പറഞ്ഞത്, അതില് അവരൊരു 2-3 പിടിച്ചാലും മാറ്റം വന്നു. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഈ 95 ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയാന്ന്. പക്ഷെ നോക്കി വരുമ്പോ ഓരോ ജില്ല തിരിച്ചു വരുമ്പോ ഈ കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, കണ്ണൂര്, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരത്ത് തന്നെ LDF 48 സീറ്റ് പിടിക്കാൻ പറ്റുന്നു പൊസിഷൻ ഉണ്ടെന്ന്. അപ്പൊ അവിടെ UDF 20 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ 95 സീറ്റിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ലാന്ന്. അപ്പൊ എന്തായാലും മുഷ്ടി ഒരു 72 അല്ലെങ്കിൽ 74 നേര് വന്ന ഇതെല്ലാം അനുകൂലം വന്നൊരു 80ന്റെ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഇപ്പൊ നമ്മൾ ഈ 2025 ജനുവരിയില് പൊസിഷൻ വെച്ചിട്ട് എനിക്ക് കാണാനില്ല. ഞാനീ പറഞ്ഞതില് എന്താ അഭിപ്രായം, എന്താ തോന്നണേ? ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ലേ ഇപ്പൊ? കേക്ക് ഭരണവിരുദ്ധ വികാരമൊക്കെ ശരിയെന്ന്. പക്ഷെ വോട്ട് ചെയ്യുന്ന ആളുകളെ നമ്മുടെ നാട്ടിലെ കാലകാലങ്ങൾ വോട്ടുകൾ മാറ്റി കുത്തുന്ന ആളുകളൊന്നും ഇല്ല. ഫിക്സഡ് ആയിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വോട്ടുകൾ ഫിക്സഡ് ആയിട്ട് കുത്തുന്ന വളരെ കുറച്ച് ശതമാനം ആളാണ്. മാറ്റി കുത്തിൽ വളരെ കുറവാണ്. വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ വരെയാണ്. പിന്നെ സാമുദായിക സംഘടനകൾ ഒരു പ്രത്യേക ഇഷ്യൂസ്, ചില വാർഡുകളിൽ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുള്ള ഒരു ചേഞ്ചസ് വരിക. അത് അല്ലാണ്ട് ഈ നിലവിലുള്ള എല്ലാ വോട്ടുകാരും തിരിച്ചു കുത്ത് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ബേസ് വെച്ചിട്ട് ഈ 95 ഇങ്ങനെയൊക്കെ ചാൻസ് ഉള്ളൂ എന്നാണ് എൻ്റെ കണക്കൂട്ടല്. ഇനി നമുക്ക് ഒരു എന്താ പറയാ 2-3 മാസം കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഇപ്പൊ തൽക്കാലം എൻ്റെ കണക്കിൽ ഇങ്ങനെയുള്ളൂ. ഓക്കെ.